മിൽമ തിരുവനന്തപുരം മേഖല സഹകരണ ക്ഷീരോത്പാദക യൂണിയന്റെ ആഭിമുഖ്യത്തിൽ മികച്ച ക്ഷീരസംഘങ്ങൾക്കും ക്ഷീരകർഷകർക്കുമുള്ള അവാർഡ് ദാന ചടങ്ങും പുതുതായി വിപണിയിൽ ഇറക്കുന്ന ഉൽപ്പന്നങ്ങളുടെ പ്രകാശനവും രാമപുരത്ത് നടന്നു. മൃഗസംരക്ഷണ ക്ഷീരവികസന മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം നിർവഹിച്ചു. മിൽമ തിരുവനന്തപുരം മേഖലാ സഹകരണ ക്ഷീരോത്പാദക യൂണിയൻ അവാർഡ് ദാനവും മിൽമ പുതിയതായി പുറത്തിറക്കിയ ഉൽപ്പന്നങ്ങളുടെ പ്രകാശനവും രാമപുരത്ത് നടന്നു. ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പരിപാടി ഉദ്ഘാടനം ചെയ്തു. 1-2 കോടി രൂപ മാത്രമല്ല നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ 2024-25 വർഷം ഞാൻ മിൽമയുടെ ഒരു കണക്ക് തിരുവനന്തപുരം മേഖല പരിശോധിച്ചപ്പോൾ കഴിഞ്ഞ തവണയാണ് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ മാർച്ച് വരെയുള്ള സമയമെടുത്ത് പരിശോധിക്കുമ്പോൾ ഏകദേശം 39 കോടി രൂപ മിൽമയ്ക്ക് ലാഭമുണ്ടായി എന്നുള്ളതാണ് കാണുവാൻ സാധിക്കും. അതൊക്കെ തന്നെ ക്ഷീര കർഷകരിൽ എത്തിക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വത്തിലേക്കാണ് തിരുവനന്തപുരം മേഖലയും ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്കറിയാം, അത് തീറ്റയിൽ ഉൾപ്പെടെ സബ്സിഡി കൊടുത്തുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്ന കാലഘട്ടം. അത് മാത്രമല്ല, നമുക്കൊരു പാലിന് 8 രൂപ ക്രമത്തിൽ, 6 രൂപ ക്രമത്തിൽ, 4 രൂപ ക്രമത്തിൽ, ചില മാസങ്ങളിൽ സ്പെഷ്യൽ മാസങ്ങളിൽ അതുൾപ്പെടെ ഇൻസെൻറ്റീവായിട്ട് കൊടുത്തുകൊണ്ടാണ് കേരളത്തിൽ മിൽമ ഇന്ന് മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിഞ്ഞു. ഇന്ന് കേരളത്തിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തെ എടുത്ത് പരിശോധിച്ചാലും പാലിന് 3 രൂപ ക്രമത്തിൽ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും അവർക്ക് വേണ്ടുന്ന സംവിധാനങ്ങൾ ഓരോ രൂപ വെച്ച് കൊടുത്തുകൊണ്ട് അതും സബ്സിഡി കൊടുക്കുകയാണ്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പാലിന് വില കൊടുക്കുന്നൊരു സംസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് കേരളമാണ് എന്ന് നമുക്കെടുത്തു പറയുവാൻ സാധിക്കും. നമ്മുടെ രാജ്യം തന്നെ ഇന്ന് അറിയപ്പെടുന്നത് പാലിലൂടെയാണ്. പാലിൻ്റെ ഉൽപ്പാദനം ഏറ്റവും കൂടുതൽ നടത്തുന്ന ഒരു രാജ്യമായിട്ട് നമ്മുടെ രാജ്യം ഒന്നാമത് നിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിലൂടെ ഉള്ള സമ്പത്താണ് നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കത്തക്ക നിലയിൽ ഇന്ന് മുന്നോട്ട് വരുന്നത് എന്ന് പറഞ്ഞത് ഞങ്ങളല്ല, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആണ് എന്നുള്ള യാഥാർത്ഥ്യവും നാം മനസ്സിലാക്കുന്നു. ഉൽപ്പാദനക്ഷമത എടുത്ത് പരിശോധിച്ചാൽ നമ്മുടെ രാജ്യത്ത് 2ാം സ്ഥാനം നിൽക്കുന്നത് നമ്മുടെ ഈ കൊച്ചു കേരളമാണ് എന്ന അഭിമാന പുരസ്സരം നമുക്ക് പറയുവാൻ പറ്റും. ആ ഉൽപ്പാദനക്ഷമത 10.77 ഒരു പശുവിൽ നിന്നും ആവറേജ് കിട്ടുന്ന പാല് നമുക്ക് കാണുവാൻ കഴിയും. പഞ്ചാബാണ് 1ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ പഞ്ചാബിൽ 14 ആണ് ആവറേജ് ഒരു പശുവിൽ നിന്നും കിട്ടുന്നത്. എന്നാൽ കേരളത്തിലെ പശുക്കളുടെ പാലുൽപാദനം ആവറേജിൽ മാത്രമല്ല, ആവറേജിന് മുകളിൽ നിൽക്കുന്നത് പലപ്പോഴും പല ഇനം പശുക്കളിൽ നമുക്ക് കാണുവാൻ കഴിയും. രാമപുരം താമരശ്ശേരിയിൽ കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് യു പ്രതിഭ MLA അധ്യക്ഷത വഹിച്ചു. ഈ ആധുനിക കാലഘട്ടത്തിൽ പലപ്പോഴും നമ്മളെല്ലാം പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾ പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ വേണ്ടി റീൽസ് ഒക്കെ ചെയ്യുന്ന കാലത്താണ് ക്ഷീര കർഷകർക്കുള്ള ഒരു ഹാർഡ് വർക്ക് എത്രത്തോളം വലുതാണ്. കാരണം കൈ നനയാതെ എങ്ങനെ പണം ഉണ്ടാക്കാമെന്നുള്ള ആധുനിക ചിന്തയുടെ കാലത്ത് നന്നായി കഷ്ടപ്പെട്ടുകൊണ്ട് കാർഷിക മേഖലയിൽ നന്നായി പണിയെടുത്താൽ ശരീരത്തെ ചേറും അഴുക്കും ഒക്കെ പുരണ്ടുകൊണ്ട് അത്ര സുഖകരമല്ലാത്ത ഒരു ജോലി ചെയ്യുന്നതാണ് കാർഷിക മേഖലയിൽ. ആ കാർഷിക മേഖല നിലനിന്നുകൊണ്ട് നമ്മുടെ ക്ഷീരമേഖലയിൽ പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തതയിലേക്ക് നമ്മുടെ കേരളം എത്തിച്ചേരുമ്പോൾ അതിലേക്ക് ഏറ്റവും നല്ല സംഭാവന നൽകുന്നത് ക്ഷീരകർഷകരാണ്. എനിക്കൊരു ഹൃദയപരമായ അടുപ്പം ക്ഷീരകർഷകരുമായിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ അച്ഛൻ മിലിറ്ററി ജീവിതത്തിന് ശേഷം വന്നിട്ട് കുറേ പശുക്കളെ വാങ്ങിച്ചു. വീട്ടിൽ പശുക്കളെ വാങ്ങിച്ച് ഒരു മിൽമയുടെ പ്രസിഡൻ്റായിരുന്നു, പട്ടാള സംഘം എന്നായിരുന്നു അതറിയപ്പെടുന്നത്. നല്ല ചിട്ടയോടുകൂടി പോയ ആലപ്പുഴയിലെ തകഴിയിലെ ഒരു സംഘത്തിൻ്റെ പ്രസിഡൻറ്റിൻ്റെ മകളാണ്, ആ മിലിറ്ററിക്കാരുടെ മകളാണെന്ന് പറയുന്നപ്പോൾ അതുപോലെ അഭിമാനിക്കുന്ന ആളാണ് ഞാൻ. നല്ല രൂപത്തിൽ ആ സംഘം കൊണ്ടുപോയിരുന്നു. അതുകൊണ്ട് തന്നെ മിൽമയും മിൽമ ചെയർമാന്മാരും മിൽമയിലെ പ്രത്യേകിച്ച് DOമാരും ഒക്കെ ആയിട്ടുള്ള DOമാരാണല്ലോ കൂടുതലും എല്ലാവരുമായിട്ട് അടുത്തിടപഴകുന്നത്. ഭയങ്കരമായൊരു അടുപ്പം സൂക്ഷിച്ചിട്ടുണ്ട്. കഷ്ടപ്പാട് എന്താണെന്ന് നന്നായിട്ടറിയാം, പശു വളർത്തുന്ന കഷ്ടപ്പാട് എന്താണെന്ന് നന്നായിട്ടറിയാം. എന്നാൽ ഇന്ന് നമ്മുടെ ഗവൺമെൻറ് മന്ത്രി അതൊക്കെ വിശദീകരിച്ച് പറയും. ധാരാളം ആനുകൂല്യങ്ങൾ ആ മേഖലയിൽ നൽകുന്നുണ്ട്. മിൽമയുടെ പുതിയ ഉൽപ്പന്നങ്ങളായ ഗിഫ്റ്റ് പാക്കറ്റ്, പേട, കോഫി ഐസ്ക്രീം, പപ്പർമിന്റ് ഐസ്ക്രീം, ഷുഗർ ഫ്രീ യോഗട്ട് എന്നിവയാണ് വിപണിയിലേക്ക് ഇറക്കിയത്. തിരുവനന്തപുരം മേഖലാ സഹകരണ ക്ഷീര ഉത്പാദക യൂണിയൻ ചെയർമാൻ മണി വിശ്വനാഥിന്
ഉൽപ്പന്നങ്ങൾ നൽകിക്കൊണ്ട് മന്ത്രിയാണ് പ്രകാശനം നിർവഹിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, മിൽമ ചെയർമാൻ KS മണി, മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് D അമ്പുചാക്ഷി, പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് L ഉഷ, മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് G ഉണ്ണികൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് അംഗം KG സന്തോഷ് എന്നിവർ വിവിധ അവാർഡുകൾ വിതരണം ചെയ്തു. ഗുണനിലവാരമുള്ള പാൽ സംഭരിക്കുന്ന സംഘം, മികച്ച കർഷകർ, യുവ കർഷകർ, വനിതാ കർഷകർ എന്നിങ്ങനെ 5 വിഭാഗങ്ങളിലായി യൂണിയൻ തലത്തിലും ജില്ലാ തലത്തിലുമുള്ള ജേതാക്കൾക്കാണ് അവാർഡ് നൽകിയത്. നടപ്പ് സാമ്പത്തിക വർഷത്തെ പദ്ധതി രേഖയും ചടങ്ങിൽ പ്രകാശിപ്പിച്ചു. ഭരണസമിതി അംഗങ്ങളായ K കൃഷ്ണൻപോറ്റി, TK വേണുഗോപാൽ, M കൃഷ്ണൻകുട്ടി, KR മോഹനൻപിള്ള, വാസുദേവൻ ഉണ്ണി, T ഗോപാലകൃഷ്ണപിള്ള, മുണ്ടപ്പള്ളി തോമസ്, ബീന PV, ആയാവർമ്മ രാമചന്ദ്രൻ, TK പ്രതുലചന്ദ്രൻ, പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനു ചെല്ലപ്പൻ, മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M ജനുഷ, പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിന്ധു മധുകുമാർ, പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് അംഗം സുരേഷ് P, ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ PV ലതേഷ് കുമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് അൻസാരി CA നന്ദി പറഞ്ഞു. 2024-2025 സാമ്പത്തിക വർഷം ആകെ 39.07 കോടി രൂപയുടെ ലാഭമാണ് ചരിത്രത്തിലാദ്യമായി തിരുവനന്തപുരം മേഖലാ യൂണിയൻ കൈവരിച്ചതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കഴിഞ്ഞ ദശാബ്ദത്തിലെ ഏറ്റവും ഉയർന്ന ലാഭം നേടിയ സാമ്പത്തിക വർഷമാണ് 2024-2025. ലാഭവിഹിതത്തിൽ നിന്നും 35.08 കോടി രൂപ അധിക പാൽവിലയായും 3.6 കോടി രൂപ കാലിത്തീറ്റ സബ്സിഡിയായും ക്ഷീരകർഷകർക്ക് നൽകിയിട്ടുണ്ട്. ഇപ്രകാരം സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോൾ തന്നെ മുഴുവൻ ലാഭവിഹിതവും ക്ഷീരകർഷകർക്ക് നേരിട്ട് എത്തിക്കും. ഉത്പാദന വർധനവിനും ക്ഷീരക്ഷേമത്തിനുമുള്ള വിവിധ പദ്ധതികളുടെ നിർവഹണത്തിനായി ഏകദേശം 30 കോടി രൂപയാണ് ചെലവഴിച്ചിരിക്കുന്നത്. മുൻ സാമ്പത്തിക വർഷം ക്ഷീരകർഷകർക്കായി ആവിഷ്കരിച്ച് നടപ്പാക്കിയ വിവാഹ ധനസഹായ പദ്ധതിയായ ക്ഷീരസുമംഗലി, ചികിത്സാ ധനസഹായ പദ്ധതിയായ സ്വാതന്ത്ര്യ സ്പർശം, ക്ഷീരകർഷകരുടെ പെൺകുഞ്ഞുങ്ങൾക്കുള്ള സമ്പാദ്യ നിക്ഷേപ പദ്ധതിയായ ക്ഷീര സൗഭാഗ്യ എന്നിവയ്ക്ക് പുറമെ വർഷം മുഴുവനും സബ്സിഡി നിരക്കിൽ സൈലേജ് ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതി, കീടാരി ദത്തെടുക്കൽ പദ്ധതി, കന്നുകാലി ഇൻഷുറൻസ് പ്രീമിയം സബ്സിഡി പദ്ധതി, കാലിത്തീറ്റ സബ്സിഡി തുടങ്ങിയ അനവധി പദ്ധതികൾ മേഖലാ യൂണിയൻ തുക ചെലവഴിച്ച് നടപ്പാക്കുന്നുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. CD നെറ്റ് ന്യൂസ്, കായംകുളം.